പൂനെയിൽ മലയാളി പെൺകുട്ടി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു അന്ന സെബാസ്റ്റ്യൻ. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് ഈ കേന്ദ്രത്തിന്റെ ഇടപെടൽ? വേണു, കമ്പനിക്കായി അന്നയുടെ അമ്മ അയച്ച കത്ത് രാജ്യം ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിൽ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്തെ വിവിധയിടങ്ങളിലടക്കം ഉയരുന്നത്. ഇപ്പോൾ മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പൂനെയിൽ മരിക്കാനിടയ സംഭവത്തിലാണ് അന്വേഷണം ഉണ്ടാവുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് എക്സിൽ അല്പനേരം മുമ്പ് തന്നെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ ശോഭ കരന്തലജെ അന്വേഷണം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. തൊഴിൽ ചൂഷണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി എക്സിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, വലിയ ചർച്ചകളൊക്കെ തന്നെ ഇടയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജൂലൈ 24-നാണ് അന്ന സെബാസ്റ്റ്യൻ ഈ തൊഴിൽ ഭാരം മൂലം തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ചത്. അതിനുശേഷം അന്നയുടെ അമ്മ ഈ കമ്പനിക്ക് അയച്ച കത്ത് വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൊഴിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കുമെന്ന് പറയുന്നു. നേരത്തെ ഈ അന്നയുടെ പിതാവ് ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. വേണോ? ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.